എത്തുന്നത് സംവിധായകൻ ബ്ലസ്സി തന്നെയാണ്. എന്റെ 6ാമത്തെ ചിത്രമാണ് പ്രണയം. പ്രണയത്തിനെ കുറിച്ച് ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്ലാസിക്കുകൾ സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് പ്രണയം. അത്തരം ഒരു വിഷയത്തിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് പ്രണയത്തിനെ വളർത്തുക എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ പേര് പ്രണയമാകുമ്പോൾ കൂടുതൽ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും അധികം ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദനകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ തലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണ് പ്രണയത്തിലൂടെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മറ്റൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ലോക സിനിമയിലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രതിഭകളായ 2 അഭിനേതാക്കളോടൊപ്പം അനുപഞ്ചിയൊക്കെ ആണെങ്കിൽ സത്യജിത്രയുടെ ഉള്ള സിനിമകളിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കണ്ടിട്ടുള്ളത്. ലാലേട്ടൻ എനിക്ക് എൻ്റെ 2 സിനിമകളിലും നമ്മളെ കുതിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അങ്ങനെ മോഹൻലാൽ, അനുപം ഖേർ, ജയപ്രദ, അപ്പം അനൂപ് മേനോൻ ഒരു മുഖ്യമായ വേഷത്തിലേക്ക് ചെയ്യുന്നു. അവരുടെ ഒക്കെ തന്നെ ഉള്ളിലെ ഏറ്റവും ചെറിയ എമോഷൻസിനെ ഈ സിനിമയിലൂടെ വളരെ മ്യൂസിക്കലായി അല്ലെങ്കിൽ ഒരു കവിത പോലെ ഒക്കെ പറയാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ പ്രണയത്തിലൂടെ നടത്തുന്നത്. സംവിധായകൻ ബ്ലസ്സി, ONV കുറുപ്പ് എന്നിവരുടെ വരികൾക്ക് M ജയചന്ദ്രനാണ് പ്രണയത്തിന് വേണ്ടി മനോഹര ഗാനങ്ങൾ ഒരുക്കുന്നത്. മലയാള സിനിമയിൽ ഇന്നേ വരെ പ്രതിപാദിക്കാത്ത ഒരു പ്രണയകഥയും വളരെ പുതുമയാർന്ന ഒരു അവതരണ ശൈലിയുമായിട്ടുള്ള ഈ മോഹൻലാൽ ചിത്രത്തിന്റെ ചിത്രീകരണം കൊച്ചി, ധനുഷ്കോടി എന്നിവിടങ്ങളിലായി പൂർത്തിയാകുന്നു.